ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച, പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയിൽ നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ ജ്ഞാനസ്നാനത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുവരെയുള്ള ദിവസങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും സുവിശേഷ ഭാഗങ്ങളിലൂടെ ദൈവം വ്യത്യസ്ത രീതിയിൽ പ്രത്യക്ഷീകരണം നടത്തുന്നു, അല്ലെങ്കിൽ വെളിപാട് നൽകുന്നു. മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന് മനുഷ്യന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന ദൈവം ആണ് നമ്മൾ കാണാൻ സാധിക്കുക. തിങ്കളാഴ്ച നമ്മൾ വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നും അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു, മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ജ്ഞാനത്തിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ അവിടെ കൃത്യമായും സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുക. ചൊവ്വാഴ്ച നമ്മൾ വായിച്ചിട്ട് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുമാണ് ഈ 5,000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു നൽകുന്ന ഈശോയുടെ അനുകമ്പ നമ്മൾ കാണുന്നത്. അവിടെ കരുണയിലൂടെ വെളിപ്പെടുന്ന വെളിപ്പെടുത്തപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി, പിന്നീട് തിരകൾക്ക് മീതെ നടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പ്രാർത്ഥിക്കുന്ന ഏതൊരുവരും ഏതൊരു പ്രശ്നത്തിനെയും മുകളിലൂടെ നടക്കുന്ന കർത്താവിന്റെ കൈപിടിച്ച് നടക്കാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെയാണ് നമ്മൾ ബുധനാഴ്ച വായിച്ചു കേട്ടത്. വ്യാഴാഴ്ചയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സിനഗോഗിൽ വായനയ്ക്ക് എഴുന്നേറ്റിരിക്കുന്ന ഈശോ ചുരുൾ നിവർത്തി വായിച്ചു, എന്നിട്ട് ചുരുൾ അടച്ചു വെച്ചു, എന്നിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വചനത്തിലൂടെ, ചുരുളിലൂടെ 119-ാം സങ്കീർത്തനം 130-ാം വാക്യം, ആ ചുരുള് തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു, വചനത്തിന്റെ ചുരുള് തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന വാക്യത്തോട് ചേർത്ത് ചിന്തിക്കാം. വചനത്തിലൂടെ ദൈവം സ്വയം മനുഷ്യന് മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ വ്യാഴാഴ്ച വായിച്ചു കേട്ടത്. വെള്ളിയാഴ്ച നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഈശോ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, ശുദ്ധീകരിക്കുകയാണ്, പരിശുദ്ധി വീണ്ടും നൽകുകയാണ്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ശുദ്ധീകരണമില്ല, പരിശുദ്ധി വീണ്ടും നൽകുന്ന ദൈവത്തിന്റെ ഇടപെടലിലൂടെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ വെള്ളിയാഴ്ച വായിച്ചു കേട്ടത്, കർത്താവിന്റെ ആ പരിശുദ്ധി റിസ്റ്റോർ ചെയ്യുന്ന ഇടപെടലിനെ കുറിച്ച്. ഇവള് ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ജ്ഞാനസ്നാനത്തെ കുറിച്ചാണ് കാണുന്നത്. ഇവിടെ ജ്ഞാനസ്നാനം ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതല്ല, അത് നമ്മൾ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച വായിക്കും, ഈശോന്റെ ജ്ഞാനസ്നാന തിരുനാളില്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്നാപകനിൽ നിന്നും സ്നാനം സ്വീകരിച്ച യേശു മറ്റൊരിടത്ത് നിന്ന് സ്നാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യോഹന്നാനെ അറിയിക്കുകയാണ്. പറയാണ്, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തി, അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. ഈശോ സ്നാനം നൽകുന്നു പറഞ്ഞുകൊണ്ട് യോഹന്നാൻ പറയാം. യോഹന്നാൻ വ്യക്തമായിട്ടും പറയുകയാണത് ഉന്നതത്തിൽ നിന്നും കിട്ടിയിരുന്ന ഒരു വെളിപാടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു സാക്ഷ്യമാണ്. യോഹന്നാൻ ഒരു സാക്ഷ്യം നൽകിയ എന്നിട്ട് പറയുകയാണ്, മണവാട്ടി കൂടെയുള്ളവനാണ് മണവാളൻ, അടുത്തു വന്ന് മണവാളിന്റെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഇപ്പം ജ്ഞാനസ്നാനം, ഇപ്പം ഈ നമ്മുടെ സ്നാപകൻ സ്നാനം നൽകുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, പക്ഷെ അവൻ ആത്മാവും അഗ്നിയും കൊണ്ട് സ്നാനം നൽകുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈശോ ജ്ഞാനസ്നാനം നൽകുന്നു. അപ്പൊ ഇവിടെ ഈ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ ജ്ഞാനസ്നാനം നൽകുന്ന ഈശോയെ കുറിച്ചാണ് സുവിശേഷം വായിക്കുന്നത്. അപ്പൊ അതായത് കുദാശകളിലൂടെ, ജ്ഞാനസ്നാനം എല്ലാ കുദാശകളുടെ തുടക്കമാണ്. അപ്പൊ കുദാശകളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവം, അല്ലെങ്കിൽ സ്വയം കുദാശകളിലൂടെ മനുഷ്യനെ വെളിപ്പെടുത്തുന്ന ദൈവം, അതാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നത്. നമ്മൾ ഓർക്കണം, അപ്പോൾ കുദാശകളിലൂടെ വെളിപ്പെട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട എങ്ങനെയാണ്, ജ്ഞാനത്തിലൂടെ, കരുണയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ, അതുപോലെ തന്നെ പരിശുദ്ധി വീണ്ടും നൽകുന്നതിലൂടെ, കുദാശകളിലൂടെ. അങ്ങനെ ഈ 6 തലങ്ങളിൽ, 5 തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ പ്രത്യക്ഷീകരണ തിരുനാളിനെ നമ്മൾ വിട്ടുകളയാണെങ്കിൽ 6 ദിവസങ്ങൾ, 6 തലങ്ങളിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന വഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം വെളിപ്പെടുത്തുന്ന എല്ലാ വഴികളിലൂടെയും ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്, കാരണം നമുക്കറിയാം, വെളിപാട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. റെവലേഷൻ ഈസ് എ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. റെവലാരെ, ദൈവം തന്നെ വിചാരിക്കണം നമുക്ക് വെളിപാട് കിട്ടണമെങ്കിൽ. അപ്പോൾ ദൈവം മനസ്സായി നമുക്ക് ആ വെളിപാട് കിട്ടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടൽ ഈ പറയുന്ന എല്ലാ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിലൂടെ, കരുണയിലൂടെ, പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ വചനത്തിലൂടെ,
പരിശുദ്ധി വീണ്ടും നൽകുന്നതിലൂടെ, കൂദാശയിലൂടെ. അങ്ങനെ ദൈവം ഇടപെടുന്ന ഈ എല്ലാ വഴികളിലൂടെയും ദൈവത്തെ മനസ്സിലാക്കി, അറിഞ്ഞ്, സ്നേഹിച്ച്, ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.